എങ്ങുമെത്താതെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് മാരത്തൺ ചർച്ചകൾ. നിലവിലെ 5 തർക്ക സീറ്റുകൾക്ക് പുറമെ 4 സീറ്റുകളിൽ കൂടി തർക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അടൂർ പ്രകാശും കെ ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. ഇതിനിടെ താനും മത്സരരംഗത്ത് നിന്നും പിന്മാറുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. പട്ടിക 2 ഘട്ടമായി പുറത്തേക്ക് ഇറക്കിയേക്കുമെന്നാണ് സൂചന. സോണിയാഗാന്ധിയുമായി നേതാക്കളുടെ ചർച്ച വൈകിട്ട് 7:30 നടക്കും. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നടക്കും. സന്തോഷ്, ദില്ലിയിൽ തുടർച്ചയായ 6ാം ദിവസത്തെ ചർച്ചകളാണ് നടക്കുന്നത്. തീരുമാനം എങ്ങുമേ എത്തുന്നില്ല. വിട്ടുവീഴ്ചയില്ലാതെ ഉമ്മൻചാണ്ടിയും സുധീരനും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യം. 7:30 സോണിയാഗാന്ധിയെ കാണുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരുമെന്ന് ഇടനിലക്കാരൻ കൂടിയായി പ്രവർത്തിച്ചിരുന്ന ചെന്നിത്തല വ്യക്തമായി പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്തായിരിക്കും സമവായങ്ങൾ, ദില്ലിയിലെ അവസാനഘട്ട നീക്കങ്ങൾ? പ്രജീഷ്, ഇന്നലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സമിതിയാണ് കേരള നേതാക്കളോട് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരു ഒത്തുതീർപ്പിലെത്താൻ നിർദ്ദേശിച്ചു. ഇത് പ്രകാരം ഇന്ന് ഏകദേശം 4 മണിക്കൂറോളം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്നു. 3 നേതാക്കളും കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ഉമ്മൻചാണ്ടിയും ഇതിൽ പങ്കെടുത്തു. കൃത്യമായ ചർച്ചകൾ ഈ മന്ത്രിമാർ മത്സരിക്കുന്നത് സംബന്ധിച്ചുണ്ടായി. പക്ഷെ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. രണ്ടുപേരും നേരത്തെ സ്വീകരിച്ച നിലപാടിൽ തന്നെ നിന്നു. പ്രത്യേകിച്ച് കെ ബാബുവിനെ തൃപ്പൂണിത്തുറയിലും കെ സി ജോസഫിനെ ഇരിക്കൂറും അടൂർ പ്രകാശ് കോന്നിയിലും മത്സരിക്കുന്നതിനെ ശക്തമായി എതിർത്തു. ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ നൽകി. ഇത് പ്രകാരം കെ ബാബുവിനെ അടൂർ പ്രകാശിനെ ഒഴിവാക്കിയാലോ എന്ന തരത്തിലുള്ള ആലോചനകൾ നീണ്ടു. കാരണം നിരന്തരം ആരോപണ വിധേയരാകുന്നത് ഇരുവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കണം എന്ന തരത്തിലേക്ക് ആലോചനകൾ നീണ്ടു. പക്ഷേ ഉമ്മൻചാണ്ടി ഇതിനെ ശക്തമായി എതിർത്തു. അങ്ങനെ ഇവരെ ഒഴിവാക്കുകയാണെങ്കിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്നാണ് അറിയിച്ചത്. അതേ തുടർന്നാണ് സോണിയാഗാന്ധിക്ക് വിഷയം വിട്ടിരിക്കുന്നത്. ഇന്ന് 7:30 3 നേതാക്കളും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണും. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും. സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. സോണിയാഗാന്ധി സ്വീകരിക്കുന്ന നിലപാട് 3 പേർക്കും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയുടെ അടുത്ത വൃത്തങ്ങൾ അക്കാര്യമാണ് പറയുന്നത്. ഈ ഇടയിൽ 4 സീറ്റുകളുടെ കാര്യത്തിൽ വീണ്ടും ഒരു തർക്കം ഉടലെടുത്തിട്ടുണ്ട്. പുതുക്കാട്, വടക്കാഞ്ചേരി, ചാത്തന്നൂർ, കൊല്ലം മണ്ഡലങ്ങളിലാണ് തർക്കം. ഇവിടെയൊക്കെ പാനൽ നിശ്ചയിച്ച് ഇന്ന് സോണിയാഗാന്ധിക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കാട് സനീഷും സുഗതൻ കുന്നക്കുടിയുമാണ്. വടക്കാഞ്ചേരിയിൽ അനിൽ അക്കരയും കെ അജിത് കുമാറും, ചാത്തന്നൂര് ശൂരനാടും പീതാംബരനുമാണ് ഈ പാനലിൽ ഉള്ളത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും സൂരജ് രവിയും പാനലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഇനി ഹൈക്കമാൻഡ് ആയിരിക്കും ഒരു തീരുമാനം കൈക്കൊള്ളുക. ഇതിനിടയിൽ പുനലൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. പുനലൂർ RSP നിന്നും ഏറ്റെടുത്താൽ അത് MM ഹസൻ അവിടെ മത്സരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രധാന തർക്ക വിഷയമായ മന്ത്രിമാരുടെ കാര്യത്തിൽ, ആരോപണ വിധേയരായ മന്ത്രിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇനി സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല. വൈകിട്ട് 7:30 കേരള നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനങ്ങളായിട്ടില്ല. വൈകുന്നേരം 7:30 സോണിയാജിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഉണ്ടാകും. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. എല്ലാ തീരുമാനങ്ങളും 7:30 സോണിയാജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്ത് പുറത്ത്. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്ന് പ്രതാപൻ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചു. രാഹുൽ ഗാന്ധി തന്നെ ഈ കത്ത് തിരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. എന്നാൽ കത്ത് അയച്ചിട്ടില്ലെന്ന് പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. N. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ KP അനിൽകുമാറിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താൽപര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു.
കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കളുണ്ടാകുമല്ലോ, ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭ സുബിൻ പറഞ്ഞു. തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി. കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് TN പ്രതാപൻ. കത്ത് താൻ അയച്ചതല്ലെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും TN പ്രതാപൻ പറഞ്ഞു. വിശദാംശങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, വാർത്തകൾ വരികയും ACC കോൺഗ്രസ് ഉപാധ്യക്ഷൻ തന്നെ ഇക്കാര്യം കമ്മിറ്റിയിൽ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ, കാരണം ആദർശം അടക്കം പൊളിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് പ്രതാപന്റെ നിലപാട് പോയ സാഹചര്യത്തിലാണോ പ്രതാപൻ ഇപ്പോൾ മറുവാദഗതിയുമായി രംഗത്ത് വരികയും മത്സരിക്കാനില്ല നിലപാട് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ടോ? മലക്കം മറിഞ്ഞിരിക്കുകയാണ്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് പ്രതാപൻ ഇപ്പോൾ ഉള്ളത്. രാഹുൽ ഗാന്ധിയെ താൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ വന്ന വാർത്തകൾ, അതായത് കയ്പമംഗലം സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രതാപൻ കത്തയച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചിരുന്നു. ഇത് കള്ളപ്രചരണമായിരുന്നു. കത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയാണ് ഉള്ളത്. ബുദ്ധിപരമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടത്തിയിട്ടുള്ളത് എന്ന് TN പ്രതാപൻ പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ, രാഹുൽ ഗാന്ധിയാണ് തന്നോട് മത്സരിക്കാനായി നിർബന്ധിച്ചത്. ഇത്തരത്തിലുള്ള കള്ളപ്രചരണമാണ്, താൻ കത്തെഴുതിയെന്നുള്ളത് കള്ളപ്രചരണമാണ്. കത്തിന് പിതൃത്വമില്ല. എന്നാൽ കത്തിന് ശേഷം വന്ന പ്രതികരണങ്ങൾക്ക് പിതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കത്തിന് പിന്നിൽ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയാമെന്ന് TN പ്രതാപൻ പറയുകയുണ്ടായി. യുവാക്കൾക്ക് വേണ്ടി മാറിക്കൊടുക്കുന്ന ആളാണ് താൻ, യൂത്ത് കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും താൻ മത്സരിക്കാൻ ഇല്ല എന്ന നിലപാട് തന്നെയാണ് പ്രതാപൻ ആവർത്തിച്ചിരിക്കുന്നത്. സുധീരൻ തിന്മയ്ക്കെതിരെയുള്ള സുധീരന്റെ പോരാട്ടത്തെ തടുക്കാനാവില്ല എന്നും TN പ്രതാപൻ പറയുകയുണ്ടായി. എസ്റ്റേറ്റ് തമ്പുരാക്കന്മാർക്ക് തന്നെ വിലക്കെടുക്കാനാവില്ല തുടങ്ങിയ പ്രസ്താവനയും TN പ്രതാപന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നാണ് ഇപ്പോൾ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്. പ്രജീഷ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ KP അനിൽകുമാറിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ ദിവസങ്ങളായി തുടരുന്ന വടംവലിയാണ് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയത്. അവസാന നിമിഷം കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൊയിലാണ്ടിയിൽ പരസ്യ പ്രതിഷേധവുമായി 200-ലേറെ കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ചേമഞ്ചേരി, പയ്യോളി, ചെങ്ങോട്ടുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. സോളാർ ആരോപണ വിധേയനായ N സുബ്രഹ്മണ്യനെ മാറ്റണമെന്നും പേയ്മെന്റ് സീറ്റാണെന്നും ആരോപിച്ച് പ്രവർത്തകർ നഗരത്തിലുടനീളം പോസ്റ്ററും പറിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുമെന്ന് KP അനിൽകുമാർ അനുയായികൾ പറഞ്ഞു. ഇത്തരം വിവാദത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരാൾ, ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഞങ്ങളും മേൽ കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്.
ഇത്തരം രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട മണ്ഡലമായി ചരിത്രത്തിൽ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്ന കൊയിലാണ്ടി അത് CPM-നോടൊപ്പം പോകുമെന്നുള്ള കാഴ്ചപ്പാട് കൊയിലാണ്ടിയിലെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും UDF-ന്റെ മൊത്തം പ്രവർത്തകർക്കും കൊയിലാണ്ടിയിലെ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനാൽ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. ऐसा कोई इधर जरूरत ही नहीं है, जरूरत की बात नहीं है और ऐसा है इधर कोई ऐसे साधारण आदमी भी ऐसे अनिल कुमार जी को मानता है. अनिल कुमार इधर 5 साल के अंदर बहुत सारे काम किया है, तो इसलिए ICC को मैं रिक्वेस्ट करता हूँ कोई हालत में इधर NS को इधर नहीं डालने का, इधर जरूर अनिल कुमार जी है. സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭാരവാഹി ശ്രീജാറാണി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിട്ടുണ്ട്. N. സുബ്രഹ്മണ്യൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ നിസ്സഹരണം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KP അനിൽകുമാർ അനുയായികളുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. പുനലൂരിലും കരുനാഗപ്പള്ളിയിലും KPCC-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾക്ക് പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെയും കെട്ടിയിറക്കുന്നതിനെതിരെയാണ് പോസ്റ്ററുകളിൽ പ്രതിഷേധം. മറ്റ് ചിഹ്നങ്ങൾ അനുവദിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ പേയ്മെന്റ് സീറ്റും നേതാക്കന്മാർക്കും ഭാരവാഹിത്വം പണം വാങ്ങി നൽകുകയാണെന്നും ആരോപിക്കുന്നു. തിരുവല്ലയിൽ ജോസഫും പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. 12 മണ്ഡലം പ്രസിഡന്റുമാരാണ് പരസ്യമായി പുതുശ്ശേരിക്കെതിരെ രംഗത്ത് വന്നത്. PJ കുര്യനും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് M. പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ T. തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDF-നോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് M. പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ള നേമത്ത് സ്ഥാനാർത്ഥിയായേക്കും. ഇതിനായി JDU നേതൃത്വവുമായി ആശയവിനിമയം നടത്തി. കടുത്തുരുത്തി സീറ്റ് വിജയസാധ്യത ഇല്ലാത്തതാണെന്ന് സുരേന്ദ്രൻപിള്ള ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് സുരേന്ദ്രപിള്ളയുടെ തീരുമാനം. ഇതിനായി JDU-വുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രപിള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാൻ്റെ ആഗ്രഹം, അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ ആസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അവകാശപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറുമായി കോഴിക്കോട് വെച്ച് സുരേന്ദ്രപിള്ള ചർച്ച നടത്തിയിരുന്നു. JDU-വിൽ ചേരുന്നതിനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞതായി സുരേന്ദ്രപിള്ള പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുരേന്ദ്രപിള്ള
ഇത്തവണ തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജില്ലാ നേതാക്കൾ തന്നോടൊപ്പം പാർട്ടി വിട്ടെന്ന സുരേന്ദ്രൻപിള്ളയുടെ വാദം പൊളിയുന്നു. പാർട്ടി വിട്ടില്ലെന്നും സ്കറിയ തോമസിനൊപ്പം LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ വ്യക്തമാക്കി.